നിങ്ങളിപ്പോൾ സ്ക്രീനിൽ ഫോട്ടോയിൽ കാണുന്ന ഈ സ്ത്രീയുടെ പേര് സന്ധ്യ എന്നാണ്. സന്ധ്യയെ കാണുന്ന സമയത്ത് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും തോന്നുന്നില്ലല്ലോ, കുഴപ്പക്കാരിയായിട്ടൊന്നും തോന്നുന്നില്ലല്ലോ. എന്നാൽ നിങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറം കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ളൊരു സ്ത്രീയാണിത്. ഒരാളുടെ മുഖവും രൂപവും കണ്ടിട്ട് അയാളെ വിലയിരുത്താൻ പാടില്ല എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. നമ്മളിന്ന് നോക്കാനായി പോകുന്നത് സന്ധ്യയെക്കുറിച്ചാണ്. വെൽക്കം ടു വിഷ്ണു ലോകം. തമിഴ്നാട്ടിലെ തിരുപ്പൂരിലെ ധാരാപുരത്താണ് 35 വയസ്സുള്ള ഭാസ്കർ തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ജീവിച്ചു വരുന്നത്. ഭാസ്കർ ഒരു ബേക്കറിയിലെ മാനേജറാണ്. 35 വയസ്സായിട്ടും ഭാസ്കറിന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല. ഭാസ്കറിന്റെ വിവാഹം കഴിയാത്തതിന്റെ കാരണം ഭാസ്കറിന്റെ ജാതകത്തിലെ ദോഷമാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഭാസ്കർ ന്യൂസ് പേപ്പറിൽ വരുന്ന എല്ലാ വിവാഹ പരസ്യങ്ങളും ശ്രദ്ധിക്കും. അങ്ങനെ ഒരു ദിവസം ന്യൂസ് പേപ്പറിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിലൊരു ഫോട്ടോ കണ്ടു. ആ ഒരു ഫോട്ടോയ്ക്ക് താഴെ സന്ധ്യ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെയായിട്ട് ചെറിയൊരു അടിക്കുറിപ്പും കൊടുത്തിട്ടുണ്ട്. എനിക്ക് അച്ഛനും അമ്മയും ആരും തന്നെ ഇല്ല, പക്ഷേ എനിക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട്. വിവാഹം കഴിക്കാൻ താല്പര്യമുള്ളവർ താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെടുക എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പറും കൊടുത്തിട്ടുണ്ട്. ആ ഫോട്ടോയിലെ സന്ധ്യയുടെ ഭംഗി കണ്ടപ്പോൾ ഇയാൾക്ക് ആ പെൺകുട്ടിയെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ അയാൾ താഴെ പറയുന്ന ആ ഒരു നമ്പറിൽ ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു, എനിക്ക് നിങ്ങളെ വിവാഹം കഴിക്കാൻ താല്പര്യമാണ് എന്ന് പറഞ്ഞിട്ട്. ഭാസ്കർ അയച്ച മെസ്സേജ് കണ്ട സന്ധ്യ ഒരു ദിവസത്തിന് ശേഷം ഭാസ്കറിനെ ഫോണിൽ വിളിക്കുന്നു. ഫോണിൽ വിളിച്ചിട്ട് സന്ധ്യ ഭാസ്കറിനോട് പറഞ്ഞത്, എനിക്കൊന്ന് നേരിൽ കാണണം, നേരിൽ കണ്ട് സംസാരിക്കണം, അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാമെന്നാണ്. അങ്ങനെ സന്ധ്യ പറഞ്ഞതനുസരിച്ച് രണ്ടുപേരും ഒരു ദിവസം ഒരു ഹോട്ടലിൽ വെച്ച് നേരിൽ കാണുകയാണ്. ഹോട്ടലിലെത്തി അവർ ഒരു കോഫി എല്ലാം തന്നെ ഓർഡർ ചെയ്തിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനായി തുടങ്ങി. ഒരുപാട് സമയം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. അങ്ങനെ അവസാനം സന്ധ്യയ്ക്ക് ഭാസ്കറിനെയും ഭാസ്കറിന് സന്ധ്യയെയും ഒരുപാട് ഇഷ്ടമായി. ഇവരുടെ ഈ സംസാരത്തിനിടയ്ക്ക് സന്ധ്യ ഒരു കാര്യം ഭാസ്കറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത്, വളരെ ചെറുപ്പത്താണ് ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെ ഈ ഒരു നാട്ടിലേക്ക് എത്തുന്നത്. എന്നാൽ ഒരു ആക്സിഡൻറ്റിൽ എൻ്റെ അച്ഛനും അമ്മയും ബന്ധുക്കാരെല്ലാവരും മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ വിവാഹം കഴിപ്പിച്ച് അയക്കാനായിട്ട് ആരും തന്നെ എൻ്റെ കൂടെയില്ല. ഞാൻ മാത്രമേ ആ ഒരു വീട്ടിലേക്ക് വരുവുള്ളൂ, അല്ലെങ്കിൽ മറ്റ് ബന്ധുക്കളോ ആരും തന്നെ എനിക്കില്ല എന്ന് സന്ധ്യ ഭാസ്കറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കേട്ടപ്പോൾ ഭാസ്കർ ഈ ഒരു കാര്യം ഭാസ്കറിൻ്റെ വീട്ടുകാരോട് പറയുകയും അവർക്ക് പ്രത്യേകിച്ച് സംശയമൊന്നും തോന്നാത്തത് കൊണ്ട് തന്നെ അവരും ഈ ഒരു കാര്യം സമ്മതിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഭാസ്കറിനും ഭാസ്കറിൻ്റെ വീട്ടുകാർക്കും സന്ധ്യയോട് ഒരു സഹതാപവും അധികമായിട്ടുള്ള സ്നേഹവുമാണ് ഇത് കേട്ടപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നത്. എന്താണെന്ന് വെച്ചാൽ, ആരുമില്ലാത്തൊരു പെൺകുട്ടിയല്ലേ, ഇത്തരത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വന്നില്ലേ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ആലോചിച്ചിട്ട് അവർക്ക് എല്ലാവർക്കും വിഷമമായി. അതുമാത്രമല്ലാതെ സന്ധ്യയെ സ്വീകരിക്കാമെന്ന് ഇവർ സമ്മതിക്കുകയും ചെയ്തു. തുടർന്ന് ഭാസ്കറിന്റെ വീട്ടുകാർ തന്നെ സ്വർണ്ണാഭരണങ്ങളും ഡ്രസ്സും എല്ലാം തന്നെ സന്ധ്യയ്ക്ക് മേടിച്ചു കൊടുത്തിട്ട് ഇവരുടെ ഭാസ്കറിന്റെയും സന്ധ്യയുടെയും വിവാഹം നടത്തി കൊടുത്തു. 2024 ജനുവരി മാസമാണ് ഇവരുടെ വിവാഹം നടന്നത്. വിവാഹ ദിവസം സന്ധ്യയുടെ ഭാഗത്ത് നിന്ന് ഒരു റിലേറ്റീവ് പോലും വന്നിട്ടുണ്ടായിരുന്നില്ല. എന്തിനേറെ ഒരു സുഹൃത്ത് പോലും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇത്തരത്തിൽ ആരുമില്ലാതെ സന്ധ്യ ഒറ്റയ്ക്കാണ് ആ ഒരു മണ്ഡപത്തിലേക്ക് കയറി ചെന്നിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ടിട്ട് പോലും ആ സമയത്ത് ആരും തന്നെ സംശയിച്ചില്ല. ഇനി വിവാഹം കഴിഞ്ഞ് സന്ധ്യ ഭാസ്കറിനോട് പറഞ്ഞ കാര്യം, നമ്മളുടെ ശാന്തി മുഹൂർത്തം ആഘോഷിക്കാനായിട്ട് നമുക്ക് ഊട്ടിയിലോ മറ്റോ പോവാമെന്നാണ്. അതായത്, ഒരാഴ്ചയോളം ഊട്ടിയിൽ താമസിച്ചിട്ട് ശാന്തി മുഹൂർത്തം കഴിഞ്ഞിട്ട് നമുക്ക് തിരികെ വന്നാൽ പോരെ എന്നാണ് സന്ധ്യ ഭാസ്കറിനോട് പറഞ്ഞത്. ശാന്തി മുഹൂർത്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ആദ്യ രാത്രി കേട്ടോ. അവർക്ക് കല്യാണം കഴിഞ്ഞ ആ ഒരു ദിവസത്തെ രാത്രിയല്ല ആദ്യ രാത്രി, അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ഡേ തന്നെ ഉണ്ടാവും. അങ്ങനെ ഈ പറയുന്ന ശാന്തി മുഹൂർത്തത്തിന് വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും ഊട്ടിയിലേക്ക് പോയി. നല്ല രീതിയിൽ അടിച്ചു പൊളിച്ച് 2 ആഴ്ച കഴിഞ്ഞ് ഇവർ രണ്ടുപേരും തിരികെ ഇവരുടെ വീട്ടിലേക്ക് എത്തുകയും ചെയ്തു. വിവാഹം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞിരിക്കുന്നു. വിവാഹത്തിന്റെ ലീവ് എല്ലാം തീർത്തിട്ട് ഭാസ്കർ പതിവ് പോലെ സാധാരണ പോലെ ജോലിക്ക് പോകാനായി തുടങ്ങി. എന്നാൽ സന്ധ്യ ആയിക്കോട്ടെ യാതൊരു കുഴപ്പവും ഇല്ലാതെ ഭാസ്കറിന്റെ അമ്മയും അച്ഛനും പറഞ്ഞത് കേട്ടിട്ട് ഒരു നല്ല ഭാര്യ എന്ന രീതിയിൽ അവർ അവരുടെ ആ ഒരു വീട്ടിലെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കിയിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. ഭാസ്കറിന്റെ അച്ഛനും അമ്മയും പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ സന്ധ്യ അനുസരിക്കും. അതായത്, എതിർത്തൊന്നും പറയില്ല. അതുമാത്രമല്ലാതെ വളരെയധികം സ്നേഹത്തോടെയും വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് അവരോട് പെരുമാറിയിട്ടുണ്ടായിരുന്നത് എല്ലാം തന്നെ. അങ്ങനെയാണ് ഒരു 4 മാസം മുന്നോട്ട് പോയത്. എന്നാൽ 4 മാസത്തിന് ശേഷം സന്ധ്യയുടെ പെരുമാറ്റത്തിൽ വല്ലാത്തൊരു വ്യത്യാസം വീട്ടുകാരും ഭാസ്കറും കണ്ടു. അതായത്, സന്ധ്യ എപ്പോഴും ഫോണിലായിരിക്കും. അതുമാത്രമല്ലാതെ ഒന്നും പറയാതെ ആ വീട്ടിൽ നിന്നും പോവുകയും ആ വീട്ടിലേക്ക് വരികയും ചെയ്യും. എന്തിനാണ് നീ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഒരു ഫ്രണ്ടിനെ കാണാനായിട്ട് പോയതാണ്, അതല്ലെങ്കിൽ ഒരു കാര്യം പർച്ചേസ് ചെയ്യാനായിട്ട് പോയതാണ്, ഇങ്ങനെ പോകുന്ന സമയത്തെല്ലാം തന്നെ എനിക്ക് പറയാനൊന്നും പറ്റില്ല. ഇങ്ങനെ ഓരോ കാര്യങ്ങളാണ് പിന്നീട് സന്ധ്യ പറഞ്ഞു തുടങ്ങിയത്. സന്ധ്യയുടെ ഈ ഒരു സ്വഭാവത്തിന്റെ മാറ്റം കാരണം ഭാസ്കറിനും ഭാസ്കറിന്റെ വീട്ടുകാർക്കും സന്ധ്യയെ സംശയം തോന്നുകയാണ്. സ്വാഭാവികമായിട്ട് സംശയം തോന്നുമല്ലോ. അങ്ങനെ ഒരു ദിവസം സന്ധ്യ ആ വീട്ടിൽ നിന്നും വെളിയിൽ പോയ സമയത്ത് ഭാസ്കർ സന്ധ്യയുടെ ആ ഒരു റൂമിൽ പോയിട്ട്
സന്ധ്യ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ബോക്സ് എല്ലാം തന്നെ പരിശോധിക്കുകയാണ്. അതായത് സന്ധ്യ യഥാർത്ഥത്തിൽ എങ്ങോട്ടാണ് പോകുന്നത്, ആരെല്ലാമായിട്ടാണ് ഈ വിളിക്കുന്നത്, ആരെ കാണാനായിട്ടാണ് പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഭാസ്കർ ഈ ഒരു സെർച്ചിങ് തുടങ്ങിയത്. ഭാസ്കർ സന്ധ്യ കൊണ്ടുവന്ന ആ ഒരു ബാഗ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് സന്ധ്യയുടെ ആധാർ കാർഡ് ഭാസ്കറിന് ലഭിച്ചു. ആ ഒരു ആധാർ കാർഡിൽ ഇങ്ങനെ തുറന്നു നോക്കുന്ന സമയത്ത് അതിൽ സന്ധ്യ എന്ന് തന്നെയാണ് പേര് കൊടുത്തിരിക്കുന്നത്. എന്നാൽ തൊട്ട് താഴെ വയസ്സ് 45 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വയസ്സ് കണ്ടപ്പോൾ ശരിക്കും ഭാസ്കർ ഞെട്ടിപ്പോയി. അതായത് സന്ധ്യ ഭാസ്കറിനോട് പറഞ്ഞിരിക്കുന്നത് എനിക്ക് 35 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ എന്നാണ്. ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഇവരുടെ വിവാഹം നടന്നത്. എന്നാൽ ആധാർ കാർഡിൽ കൊടുത്തിരിക്കുന്നത് 45 വയസ്സ് എന്നാണ്. ഭാസ്കറിനേക്കാളും 10 വയസ്സ് കൂടുതലാണ് സന്ധ്യക്കുള്ളത്. ഇത് മാത്രമല്ല, ഇതിനേക്കാളും വലിയൊരു ഷോക്ക് ഭാസ്കറിന് കൊടുക്കുന്ന ഒരു കാര്യം ആ ഒരു ആധാർ കാർഡിന്റെ തൊട്ട് താഴെ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ പേരാണല്ലോ സാധാരണ ഇത്തരത്തിൽ കൊടുക്കുക. ആ ഒരു കൊടുക്കേണ്ട സ്ഥാനത്ത് ഭർത്താവിൻ്റെ പേര് എന്ന രീതിയിൽ മറ്റൊരാളുടെ പേര് ആ ഒരു ആധാർ കാർഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതുകൂടെ കണ്ടപ്പോൾ ഭാസ്കറിന് തല കറങ്ങാനായി തുടങ്ങി. സന്ധ്യയുടെ വിവാഹം നേരത്തെ കഴിഞ്ഞാണ്. അതുകൂടാതെ ഭാസ്കറിനേക്കാളും 10 വയസ്സ് കൂടുതലാണ് സന്ധ്യയുടെ പ്രായം. സന്ധ്യ യഥാർത്ഥത്തിൽ ഭാസ്കറിനെ പറ്റിക്കുകയായിരുന്നു എന്നുള്ള കാര്യം ഭാസ്കർ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സന്ധ്യ ആ വീട്ടിലേക്ക് തിരികെ എത്തി. സന്ധ്യയെ കണ്ട പാടെ ഭാസ്കർ ഈ ഒരു ആധാർ സന്ധ്യയുടെ മുന്നിലായിട്ട് കാണിച്ചിട്ട് ചോദിച്ചു, നിനക്ക് 45 വയസ്സായോ എന്ന്, അതല്ല നിന്റെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടോ എന്നെല്ലാം തന്നെ ഭാസ്കർ സന്ധ്യയോട് ചോദിച്ചു. ഭാസ്കറിന്റെ ഈ ഒരു ചോദ്യത്തിന് യാതൊന്നും അടിപതറാതെ യാതൊരു പ്രശ്നവും ഇല്ലാതെ തിരിച്ച് സന്ധ്യ മറുപടി പറഞ്ഞത്, നിനക്ക് പറ്റുകയാണെങ്കിൽ എൻ്റെ കൂടെ താമസിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ എന്നിൽ നിന്നും അകന്നു പോയെന്നാണ് ഭാസ്കറിനോട് പറഞ്ഞത് സന്ധ്യ. സന്ധ്യയിൽ നിന്നും ഇതുകൂടെ കേട്ടപ്പോൾ ഭാസ്കറിന് ഒരു കാര്യം വ്യക്തമായി. സന്ധ്യ ഒരു സാധാരണ സ്ത്രീയല്ല, ഒരു ക്രിമിനൽ ആണ് എന്ന്. എന്തുകൊണ്ടാണ് ഇത്ര ധൈര്യത്തിൽ സന്ധ്യ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും ഭാസ്കറിന് മനസ്സിലാവുന്നേ ഇല്ല. അങ്ങനെ ഭാസ്കർ ഉടൻ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു കൊടുത്തു. ഭാസ്കർ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കേട്ടപ്പോൾ പോലീസുകാർ പോലും ഷോക്കായിട്ടുണ്ടായിരുന്നു. എന്തായാലും പോലീസുകാർ സന്ധ്യയുടെ അരികിലേക്ക് ചെന്നിട്ട് സന്ധ്യയെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്തിട്ട് കൂടുതൽ ചോദ്യങ്ങൾ സന്ധ്യയോട് ചോദിച്ചു. ഇത്തരത്തിൽ ചോദിക്കുന്ന സമയത്ത് പോലീസുകാരുടെ എല്ലാ ചോദ്യത്തിനൊന്നും സന്ധ്യ മറുപടി പറയുന്നില്ല. എന്നാൽ ഇത്തരത്തിൽ എന്നെ വിട്ടിട്ട് ഇത്തരത്തിൽ ഭാസ്കർ പോവുകയാണെങ്കിൽ പോട്ടെ എന്നൊരു രീതിയിൽ മാത്രമാണ് സന്ധ്യ പോലീസുകാരോട് സംസാരിക്കുന്നത്. അങ്ങനെ പോലീസുകാർ സന്ധ്യയുടെ ആ ഒരു ഫോൺ മേടിച്ചിട്ട് ആ ഒരു ഫോൺ കൂടുതലായിട്ട് ചെക്ക് ചെയ്ത സമയത്ത് പോലീസുകാർക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റി. സന്ധ്യയുടെ ഫോൺ ചെക്ക് ചെയ്തപ്പോൾ പോലീസുകാർ അതിൽ കണ്ടത് ഒന്നോ രണ്ടോ അല്ല, 52 പുരുഷന്മാരുടെ കൂടെ സന്ധ്യ ഇത്തരത്തിൽ പലതരത്തിലുള്ള സന്തോഷ വിനോദ കാര്യങ്ങളിലെല്ലാം തന്നെ ഏർപ്പെട്ടിരിക്കുന്ന ഫോട്ടോസും വീഡിയോസും എല്ലാം തന്നെ ആ ഒരു ഫോണിൽ ഉണ്ടായിരുന്നു. അത് മാത്രമല്ലാതെ ഈ പറയുന്ന പുരുഷന്മാരിൽ ചില ആളുകളുടെ കൂടെ വിവാഹം കഴിഞ്ഞ രീതിയിലുള്ള ഫോട്ടോസും ആ ഒരു ഫോണിൽ ഉണ്ടായിരുന്നു. ഈ കേസ് ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്ത സമയത്ത് ഇത് വെറും ഒരു കുടുംബ പ്രശ്നം മാത്രമാണെന്ന് വിചാരിച്ച പോലീസുകാർക്ക് എല്ലാം തന്നെ തെറ്റിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ തെറ്റാനുള്ള പ്രധാന കാരണം പോലീസുകാർ ഇപ്പോൾ സന്ധ്യയുടെ ഫോണിൽ കണ്ട ആ ഒരു ഫോട്ടോസിലെ 5 പേരുടെ ആ ഒരു 5 മുഖങ്ങൾ എന്ന് പറയുന്നത് പോലീസുകാർക്ക് എല്ലാവർക്കും അറിയുന്ന മുഖങ്ങളായിരുന്നു. അതായത് ഒരാൾ DSP ആണ്, ഒരാൾ SI ആണ്, ഒരാൾ ഒരു സാധാരണ കോൺസ്റ്റബിൾ ആണ്. ഇങ്ങനെയുള്ള വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ പോലും ഇത്തരത്തിൽ സന്ധ്യ പോയിട്ടുണ്ട്. അവരുടെ കൂടെ പ്രൈവറ്റായിട്ട് റൂമുകളിൽ എടുത്തിട്ട് അവർ ആഘോഷിച്ചിട്ടുമുണ്ട്. സന്ധ്യയുടെ ഫോണിലുള്ളത് പോലീസുകാർ മാത്രമല്ല കേട്ടോ, സർവേയർ, അതുകൂടാതെ വില്ലേജ് ഓഫീസേഴ്സ്, വലിയ പണക്കാർ, ഇങ്ങനെ ഒരുപാട് പേരാണ് സന്ധ്യയുടെ ഫോണിൽ ഉണ്ടായിരുന്നത്. ഇവരുടെ എല്ലാം കൂടെ വസ്ത്രങ്ങളൊന്നും ഇടാതെ സന്ധ്യയും നിൽക്കുന്നുണ്ട്. സത്യത്തിൽ ഈ ഒരു കേസ് അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ ആകെ പെട്ടു എന്നൊരവസ്ഥയായി. കാരണം ഇവരെക്കാളും റാങ്ക് മുകളിലുള്ള ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ ഈ ഒരു സ്ത്രീയുടെ വലയിൽ പെട്ടിട്ടുണ്ട്. എന്തായാലും മുതിർന്ന ഉദ്യോഗസ്ഥന്മാരുടെ അനുമതിയോടുകൂടി പോലീസുകാർ വീണ്ടും കേസന്വേഷണം തുടർന്നു. സന്ധ്യയെ കൂടുതലായിട്ട് ചോദ്യം ചെയ്തു. പോലീസുകാർ ആദ്യമെല്ലാം തന്നെ ചോദ്യം ചെയ്ത സമയത്ത് സന്ധ്യ കാര്യമായിട്ടൊന്നും തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും വേറെ വഴിയൊന്നും ഇല്ലാത്തൊരു സാഹചര്യം എത്തിയ സമയത്ത് സന്ധ്യ എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് ഈ പറയുന്ന 52 പേരെ താൻ പറ്റിച്ചത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസുകാരോട് പറഞ്ഞു കൊടുത്തു. ഈ 52 പേരിൽ 40 പേരിലധികം വരുന്ന ആളുകളെയാണ് സന്ധ്യ വിവാഹം കഴിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളവരുമായിട്ട് ശാരീരിക ബന്ധം മാത്രമാണ് ഇവർക്ക് ഉണ്ടായിരുന്നത്. ഈ ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് സന്ധ്യയെ സഹായിക്കാനായിട്ട് വെളിയിൽ നിന്നും ആരും ഇല്ലായിരുന്നു. ഒരു സ്ത്രീ, ആ ഒരു സ്ത്രീയാണ് ഈ പറയുന്ന 52 പേരെയും പറ്റിച്ച് ഇവരിൽ നിന്നും കോടികൾ സ്വന്തമാക്കിയത്. കോടികൾ സ്വന്തമാക്കുക മാത്രമല്ല, ഇപ്പോഴും അവരിൽ പലരെയും സന്ധ്യ ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇതിനെല്ലാം തുടക്കം എവിടെ നിന്നുമാണ്, സന്ധ്യ എവിടെ നിന്നാണ് ഇതെല്ലാം തന്നെ തുടങ്ങിയത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇനി നമുക്ക് നോക്കാം. സന്ധ്യയ്ക്ക് 23 വയസ്സ് പ്രായമുള്ള സമയത്ത് സന്ധ്യയെ ഒരാൾ വിവാഹം കഴിക്കുന്നു. സന്ധ്യ യഥാർത്ഥത്തിൽ അനാഥ തന്നെയാണ്. ഇത്തരത്തിൽ അയാൾ വിവാഹം കഴിച്ച ശേഷം അവർക്കൊരു കുഞ്ഞ് ജനിക്കുകയും ചെയ്തു. കുഞ്ഞ് ജനിച്ച ശേഷം അയാൾ സന്ധ്യയെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു സ്ത്രീയുടെ കൂടെ പോയി. സന്ധ്യയെ നോക്കാനോ സന്ധ്യയുടെ കുഞ്ഞിനെ പരിരക്ഷിക്കാനോ മറ്റാരും ഇല്ലാത്തത് കൊണ്ട് തന്നെ സന്ധ്യ ഒരു വലിയ പണക്കാരൻ്റെ വീട്ടിൽ വേലക്കാരിയായിട്ട് ജോലിക്ക് പോവുകയാണ്. ഇത്തരത്തിൽ ജോലിക്ക് പോയിട്ട് 1-2 മാസങ്ങൾ കഴിഞ്ഞ സമയത്ത് ആ വീട്ടിലെ ഒരു കാരണവർക്ക് സന്ധ്യയോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നുകയാണ്. കാരണം സന്ധ്യ കാണാൻ യാതൊരു കുഴപ്പമില്ല, നല്ല ഭംഗിയുള്ളൊരു സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ സന്ധ്യയെ ഇയാൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആ വീട്ടുടമസ്ഥൻ സന്ധ്യയോട് മോശമായിട്ട് പെരുമാറുന്നത് സന്ധ്യയ്ക്ക്
ആദ്യമൊന്നും ഇഷ്ടമായിരുന്നില്ല. എന്നാൽ പിന്നീട് അങ്ങോട്ട് ആ ഒരു വീടിൻ്റെ ഓണർ സന്ധ്യയോട് പറഞ്ഞു, നിനക്ക് എന്താണ് വേണ്ടത്, പണമാണോ, സ്വർണ്ണമാണോ, സ്ഥലമാണോ, എന്ത് വേണമെങ്കിലും ഞാൻ തരാം, എന്നാൽ എൻ്റെ കൂടെ തന്നെ നീ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ഇയാൾ സന്ധ്യയെ പൂർണ്ണമായിട്ടും തന്നിലേക്ക് അടുപ്പിക്കുകയായിരുന്നു. തനിക്ക് പണം കിട്ടുമല്ലോ, സ്വർണം കിട്ടുമല്ലോ എന്നെല്ലാം തന്നെ വിചാരിച്ചിട്ട് സന്ധ്യ അയാൾക്ക് വഴങ്ങിക്കൊടുക്കുകയും ചെയ്തു. സന്ധ്യയുടെ ശരീരത്തിന് വേണ്ടിയിട്ട് ഒരാൾ ഇത്രയധികം പണവും സ്വർണവും എല്ലാം തന്നെ കൊടുത്തത് കണ്ടപ്പോഴാണ് സന്ധ്യയ്ക്ക് ഒരു കാര്യം മനസ്സിലായത്, തൻ്റെ ശരീരത്തിന് ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നുണ്ട് എന്ന്. എന്തുകൊണ്ട് ഇതൊരു തൊഴിലായി ചെയ്തുകൂടാ എന്ന് വിചാരിച്ചിട്ട് വലിയ വലിയ പണക്കാരെ എല്ലാം തന്നെ നോട്ട് വെച്ചിട്ട് സന്ധ്യ അങ്ങോട്ട് പോയിട്ട് ചെറുതായിട്ടൊന്ന് അപ്രോച്ച് ചെയ്ത ശേഷം അവരെ എല്ലാം തന്നെ വിവാഹം കഴിച്ച് ആ സ്വത്തുക്കളായിട്ടെല്ലാം തന്നെ സന്ധ്യ മുങ്ങുകയും ചെയ്യും. സന്ധ്യയുടെ മകളെ ഹോസ്റ്റലിലാക്കിയ ശേഷമാണ് സന്ധ്യ ഈ പരിപാടിക്കെല്ലാം തന്നെ ഇറങ്ങിത്തിരിക്കുക. സന്ധ്യ ഇത്തരത്തിൽ വിവാഹം കഴിഞ്ഞ ശേഷം ഈ പറയുന്ന സന്ധ്യ വിവാഹം കഴിച്ച ആളുകളെല്ലാം തന്നെ സന്ധ്യ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടും സന്ധ്യയ്ക്ക് വീണ്ടും വീണ്ടും പണം കൊടുത്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടും സന്ധ്യ ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ ഈ ആദ്യരാത്രിയിലെ നിമിഷങ്ങൾ അല്ലെങ്കിൽ ഇവർ പ്രൈവറ്റ് ആയിട്ടുള്ള നിമിഷങ്ങളെല്ലാം തന്നെ ഈ പറയുന്ന ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ അറിയാതെ സന്ധ്യ ഫോട്ടോസും വീഡിയോസും എല്ലാം തന്നെ എടുത്തു വെക്കും. ഈ പറയുന്ന ഫോട്ടോസും വീഡിയോസും എല്ലാം തന്നെ സന്ധ്യയുടെ ഭർത്താക്കന്മാരെ കാണിച്ചിട്ടാണ് അവരെ നിലയ്ക്ക് നിർത്തിയിട്ടുണ്ടായിരുന്നത്, അവരിൽ നിന്നും കൂടുതലായിട്ട് പണം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. പണം തന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ ഫോട്ടോസും വീഡിയോസും എല്ലാം തന്നെ വെളിയിൽ സ്പ്രെഡ് ചെയ്യുമെന്നാണ് സന്ധ്യ അവരോട് എല്ലാവരോടും പറയുക. സന്ധ്യ ഇത്തരത്തിൽ ഫോട്ടോസും വീഡിയോസും എല്ലാം തന്നെ സ്പ്രെഡ് ചെയ്യുമെന്ന് പറയുമ്പോൾ പേടിക്കണമെങ്കിൽ സമൂഹത്തിൽ നല്ല നിലയും വിലയുള്ള ആളുകളാണ് വല്ലാതെ പേടിക്കുക, അല്ലാതെ ചിലപ്പോൾ എല്ലാവരും ഇതിന് പേടിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ സന്ധ്യ ഇത്തരത്തിൽ വിവാഹം കഴിക്കാനായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ സമൂഹത്തിൽ ഉയർന്ന നിലയിൽ നിൽക്കുന്ന ആളുകളെയാണ് ചൂസ് ചെയ്യുക. പണമുള്ള സമൂഹത്തിൽ നിലയും വിലയുള്ള ആളുകളെ സന്ധ്യ ഇത്തരത്തിൽ തിരഞ്ഞെടുത്തിരുന്നത് മാട്രിമോണിയൽ സൈറ്റ് വഴിയും അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ വഴി എല്ലാം തന്നെയാണ്. അതായത് ജാതകദോഷത്തിൻ്റെ പേരിൽ വിവാഹം കഴിയാതെ കുറച്ച് ഓവർ ഏജ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ, അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഫസ്റ്റ് ഭാര്യ മരിച്ചുപോയി, എനിക്ക് ഒരുപാട് സ്വത്തുണ്ട്, എനിക്കൊരു ഭാര്യയെ മാത്രം മതി എന്ന് പറയുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളെയാണ് സന്ധ്യ കൂടുതലായിട്ടും ചൂസ് ചെയ്യുക. മാട്രിമോണിയൽ സൈറ്റ് വഴിയോ ന്യൂസ് പേപ്പർ വഴിയോ സന്ധ്യ ഒരാളെ കണ്ടെത്തി കഴിഞ്ഞാൽ അയാളുമായിട്ട് സംസാരിക്കും. അതായത് അയാൾക്ക് എത്രത്തോളം പണമുണ്ട്, അയാളുടെ സ്ഥാനം എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കിയ ശേഷം വിവാഹത്തിൻ്റെ ഒരു സ്റ്റേജ് വരെ എങ്ങനെയെങ്കിലും കൊണ്ടുചെന്ന് എത്തിക്കും. വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ 3 മാസം വരെ അയാളുടെ കൂടെ താമസിക്കും. ഈ ഒരു 3 മാസത്തിനിടയ്ക്ക് ഇവർ തമ്മിലുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഫോണിൽ വീഡിയോസും ഫോട്ടോസുമായിട്ട് പകർത്തുകയും ചെയ്യും. എന്നിട്ട് സന്ധ്യയ്ക്ക് എത്രത്തോളം അയാളുടെ സ്വത്തുക്കൾ എടുക്കാൻ പറ്റുമോ, സ്വർണ്ണമാണെങ്കിലും പണമാണെങ്കിലും എത്രത്തോളം എടുക്കാൻ പറ്റുമോ അതിൻ്റെ മാക്സിമം അവർ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. ഇനിയൊരു പക്ഷേ സന്ധ്യ വിവാഹം ചെയ്ത അയാൾ തിരികെ വന്നിട്ട് സന്ധ്യയെ ഫോളോ ചെയ്ത് വന്നിട്ട് നീ എന്താ അങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ സന്ധ്യയെ ഭീഷണിപ്പെടുത്തുക മറ്റൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന വീഡിയോസും ഫോട്ടോസും എല്ലാം തന്നെ കാണിച്ചിട്ട് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പറയും. ഇത് കേട്ടിട്ട് ഇവർക്ക് എന്തായാലും ഒരു പേടി ഉണ്ടാവും. കാരണം ഇവരുടെ നാണവും മാനവും എല്ലാം തന്നെ നഷ്ടമാവും. അതുകൊണ്ട് തന്നെ സന്ധ്യയുടെ പുറകെ പോവാതെ സന്ധ്യയെ ഒഴിവാക്കി കളയുകയാണ് ഭൂരിഭാഗം പേരും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ 51ഓളം ആളുകളെയാണ് സന്ധ്യ പറ്റിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 52ാമത്തെ ആളാണ് ബേക്കറി മാനേജറായിട്ടുള്ള ഭാസ്കറിനോടും ഇത്തരത്തിൽ സന്ധ്യ ഈ പറയുന്ന കാര്യങ്ങൾ വീഡിയോയും ഫോട്ടോസും എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ചെയ്യും തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഭാസ്കർ തിരിച്ച് അവളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിൻ്റെ ഫോട്ടോസും വീഡിയോസും ഇത്തരത്തിൽ സ്പ്രെഡ് ആവുന്നതിൽ നിനക്ക് വിഷമവും പ്രശ്നമൊന്നും ഇല്ലേ എന്ന്. അതെനിക്ക് യാതൊരു കുഴപ്പവും ഇല്ല എന്നാണ് സന്ധ്യ പറഞ്ഞത്. എന്നാൽ സന്ധ്യയെ ഭയപ്പെടുത്തുന്ന മറ്റൊരു കാര്യം കൂടെ ഭാസ്കർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കും ഇത് വലിയ കുഴപ്പമില്ല എന്ന്. അങ്ങനെ ഭാസ്കർ എടുത്ത ആ ഒരു തീരുമാനത്തിൻ്റെ പുറത്താണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ വെളിയിൽ വരുന്നത്. ഭാസ്കർ സന്ധ്യക്കെതിരെ കൊടുത്ത ഈ ഒരു കേസിൻ്റെ പുറത്താണ് ഈ കാര്യങ്ങളെക്കുറിച്ച് എല്ലാവരും അറിയുന്നത്. ഇങ്ങനെ എല്ലാവരും അറിഞ്ഞതിൽ സന്ധ്യ പറ്റിച്ച ആളുകൾ എല്ലാവരും ഉണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും അപ്പോഴാണ് മനസ്സിലാവുന്നത് സന്ധ്യ ഇത്ര വലിയൊരു ഫ്രോഡാണ് എന്ന്. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കില്ലേ, ഒരു സ്ത്രീ ഒറ്റയ്ക്ക് വേറെ ആരും സഹായത്തിനില്ല ഇത്രയധികം ആളുകളെ അവർ പറ്റിച്ചു, കോടിക്കണക്കിന് രൂപ സ്വന്തമാക്കുകയും ചെയ്തു. ഈ കേസുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും അവരുടെ രൂപം കണ്ടിട്ടോ അവരുടെ സംസാര ശൈലി കണ്ടിട്ടോ അവരെ നമ്മൾ ഈ രീതിയിലാണ്, ഈ കാറ്റഗറിയിലാണ് എന്ന് നമ്മൾ ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല. അവർ ഏതൊക്കെ രീതിയിലാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.